നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ സ്നേഹിച്ചതും താലി കെട്ടിയതും ചേർത്ത് പിടിച്ചതൊക്കെ ഒരു പെണ്ണിനെയാ, ഒരേ ഒരു പെണ്ണിനെ. അച്ഛന്റെ ഈ നിൽക്കുന്ന മകൾ രാധികയെ. പറ്റില്ല പറയാനാണ് ഉദ്ദേശമെങ്കിൽ ഇത്രയും കാലം ഇവിടെ നിന്ന് തിന്ന വറ്റിന്റെ കണക്കെങ്കിലും മനസ്സിൽ കൂട്ടി നോക്കണം. അതിന്റെ നന്ദി കാണിക്കാൻ ശ്രമിക്കണം. മര്യാദയ്ക്ക് ആ ഫോൺ എടുത്ത് സംവിധായകനെ വിളിച്ചു പറഞ്ഞു. ചേച്ചി എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? ചേച്ചി ഈ അവസരം വേണ്ടെന്ന് വെച്ചാ അയാള് പിന്നെ എന്നെ നായികയാക്കൂ. പറമോളെ, അച്ഛൻ എന്നോട് പൊറുക്കണം. ഈ കുടുംബത്തിനും ഇവിടെയുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പൊ ഞാനത് തീരുമാനിച്ചതും ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതെപ്പോഴെങ്കിലും അച്ഛന് മനസ്സിലാവും. ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയുടെ വാക്ക് തട്ടിക്കളയാത്ത മോള്. അച്ഛൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മാത്രം നടക്കുന്ന മോള്. പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവക്ക് സൗകര്യം ഇല്ലാന്ന്. തൃപ്തിയായില്ലേ ദേവാ നിനക്ക്? തൃപ്തിയായില്ലേന്ന്? ചേച്ചി അഭിനയിക്കില്ല അച്ഛാ. ഒരാള് ചത്തു കിടക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരാൾക്ക് അഭിനയിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. ചാവുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളർത്തി വലുതാക്കി അവള് നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്നു. അതാ ഇപ്പൊ ഇവിടെ നടക്കാൻ പോന്നെ. രാധിക മോള് നമ്മളെ നിഷേധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളുടെ കാര്യത്തിലെങ്കിലും കണക്കൂട്ടലുകളും തെറ്റിപ്പോയിട്ടില്ലെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നു. ആ ഒരു വിശ്വാസം ഇനി വേണ്ട. ആദ്യമായിട്ടാ അച്ഛൻ്റെ അമ്മയുടെ വാക്കുകളെ ഞാൻ തട്ടിക്കളയുന്നത്. അവരൊരുപാട് വേദനിക്കും. പക്ഷെ വാക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വാക്ക് കൊടുത്താല് അത് പ്രിയം വരണ ഒന്നിച്ചുള്ള ജീവിതത്തിന്റെ അവസാനമായിരിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലല്ലോ ദൈവമേ.
വിട്. വരുൺ, വിടാൻ. വരുൺ, വിട്. വരുൺ. എന്താ ഈ കാണിക്കുന്നത്? എന്താ എന്താ മോനെ? ഇവളിനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഇവക്കിനി അവകാശമൊന്നും ഉണ്ടാവത്തില്ല. എന്താ കുട്ടി ഈ പറയുന്നേ? താലി കെട്ടിയ പെണ്ണിനെ താലി കെട്ടിയെന്നു? ഇവിടെ ഞാൻ താലി കെട്ടിയോ മുത്തശ്ശി? പറ. എല്ലാത്തിനും ഇവക്ക് കൂട്ടുവയ്ക്കുന്നത് മുത്തശ്ശിയല്ലേ? ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിലേ ഇവരുടെ മുമ്പിൽ വെച്ച് പറ. മോനെ, നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കാം. അല്ലാതെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാന്ന് വെച്ചാ കതിർമണ്ഡപത്തിൽ വെച്ച് മോൻ താലി കെട്ടിയത് പ്രിയങ്കയല്ലേ? ഞാനല്ലേ ഇവളുടെ കൈ പിടിച്ച് മോന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്? ആ ആണോന്ന് ദേ ഇവളോട് ചോദിക്ക്. ഈ നിൽക്കുന്ന മുത്തശ്ശിയോട് ചോദിക്ക്, അല്ലെങ്കിൽ അമ്മയോട് ചോദിക്ക്. ഇവിടെ ഞാൻ താലി കെട്ടിയിട്ടില്ല. കതിർമണ്ഡപത്തിൽ വെച്ച് ഞാൻ കൈ പിടിച്ചത് ഇവളെ അല്ല. ഞാൻ സ്നേഹിച്ചതും താലി കെട്ടിയതും ചേർത്ത് പിടിച്ചതൊക്കെ ഒരു പെണ്ണിനെയാ, ഒരേ ഒരു പെണ്ണിനെ. അച്ഛന്റെ ദാ ഈ നിൽക്കുന്ന മകൾ രാധികയെ. അരുത് മോനെ, കള്ളം പറയരുത്. കള്ളോ? അച്ഛന് സംശയം ഉണ്ടെങ്കിൽ ദേ ഞാൻ കെട്ടിയ താലി ഇവളുടെ കഴുത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാങ്ങോട്ട് നോക്ക്. കാണ്. ഈ താലി സത്യമാണെങ്കിൽ ഇവളാ എന്റെ പെണ്ണ്. എനിക്ക് ജീവിക്കേണ്ടത് ഇവളുടെ കൂടെയാ. ഞാനിത് സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? പരസ്പരം ഇഷ്ടപ്പെടുന്നവരാ ഞങ്ങള്. ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചവരാ ഞങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.